നമസ്കാരം. ലോകത്തെ ഏറ്റവും സുശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് അന്നും ഇന്നും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: അമേരിക്ക. അമേരിക്കയുടെ കൈവശമുള്ളതുപോലെ ഇത്രയധികം വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ ആയുധങ്ങൾ ലോകത്തെ ഒരു രാജ്യത്തിൻ്റെ കൈവശവും ഉണ്ടാവുകയില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയായിരിക്കാം അമേരിക്ക ലോകത്തെ പല രാജ്യങ്ങളെയും കീഴടക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇറാനിൽ അമേരിക്ക ശരിക്ക് വെള്ളം കുടിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കൂടി സഹായത്തോടെയാണ് അവിടെ ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഇപ്പോഴും ഇറാനെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു ആക്രമണ പരമ്പരയിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി അമേരിക്ക നേരിട്ടത് കഴിഞ്ഞ ദിവസമാണ്. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഇതിലൊന്ന് F-15 ഇനത്തിൽപ്പെട്ടതും മറ്റൊന്ന് A-10 ഇനത്തിൽപ്പെട്ടതുമാണ്. നമുക്കറിയാം, ഈ F-15 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ കോടികൾ വില വരുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് കോടി ഡോളർ വിലയുള്ള ഇത്തരം വിമാനങ്ങളൊക്കെ തന്നെ തകർന്നു വീഴുമ്പോൾ അതിന് അമേരിക്കയിലെ നികുതിദായകരോട് പ്രസിഡന്റ് ട്രംപ് സമാധാനം പറയേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ തകർക്കാൻ ഇറാന് കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു ചോദ്യം. അമേരിക്ക പോലും ഞെട്ടിച്ച ഈ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ്റെ കൈവശമുള്ള അവർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മജീദ് എന്നറിയപ്പെടുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഈ മജീദ് അവർ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈൽ സംവിധാനമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അമേരിക്കൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മജീദിനെ സംബന്ധിച്ചിടത്തോളം വളരെ താഴ്ന്ന് പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും വളരെ എളുപ്പത്തിൽ ഇതിന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ വിമാനങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലെ ആധുനിക സംവിധാനം വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുകയും ഒരു യുദ്ധവിമാനം സമീപത്തേക്ക് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ഈ മജീദ് സംവിധാനം. ഇതനുസരിച്ചാണ് ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഈ വിമാനത്തെ ആക്രമിക്കാനായി അവർക്ക് സാധിക്കുന്നതിലേക്ക് മിസൈൽ അയക്കാനും ആ വിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനുമൊക്കെ ഇറാന് കഴിയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കാത്ത പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ വിമാനങ്ങളിലെയും ഡ്രോണുകളിലെയും വാർണിംഗ് റിസീവറുകൾക്ക് ഈ മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുകയില്ല. അതെല്ലാം തന്നെ ഉയരത്തിൽ പറക്കുന്ന മിസൈലുകളും ഡ്രോണുകളെയും മാത്രം ലക്ഷ്യമിട്ട് നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മജീദ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെപ്പോലും വീഴ്ത്താൻ ഇപ്പോൾ ഇറാന് കഴിയുന്നത്. മാത്രവുമല്ല, ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകളൊരു പ്രത്യേകത, അവ ഒരു സ്ഥലത്ത് നിന്ന് മിസൈൽ അയച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു രീതിയാണ്. ഇത് പലപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സംവിധാനമൊക്കെ തന്നെ ഇറാൻ വർഷങ്ങളായി അവരുടെ വിദഗ്ധന്മാരായ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിർമ്മിച്ച് അന്നേ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മാത്രമല്ല, ഇറാൻ്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലതും ഭൂമിക്കടിയിലാണ് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും സുശക്തമായ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം പോലും ഇപ്പോൾ ഇറാൻ്റെ മുന്നിൽ മുട്ടിലെഴുതുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ തുടർന്ന് ഇതിലെ ഒരു പൈലറ്റിനെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയ തോതിലുള്ള ഇനാം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കയും ഇതിനുവേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. അമേരിക്കൻ വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തിയിലേക്ക് കടന്നു എന്ന് ഈ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഇയാളെ കണ്ടുകിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് സമാന്തരമായി തന്നെ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ പല പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകളും അവരുടെ മിസൈൽ ലോഞ്ചറുകളും അവരുടെ ആയുധ നിർമ്മാണ ഫാക്ടറികളുമൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുക തന്നെയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പല അവകാശവാദങ്ങളും ഉന്നയിച്ചിരുന്നു. തങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഇറാൻ തങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, ഇറാൻ തങ്ങൾക്കൊരു എതിരാളിയല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. അമേരിക്ക എത്ര ശക്തമായി ആക്രമിച്ചിട്ടും ഇപ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുടെ പോലും പണി തെറിക്കുമോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്കയും ഇസ്രായേലും പോലും അവരുടെ ആയുധ സംഭരണ ശേഷിക്ക് മുന്നിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും നീങ്ങുകയാണെങ്കിൽ, അതായത് അവരുടെ സർവ്വവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം ആരംഭിക്കുകയാണെങ്കിൽ അത് ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി ആയുധങ്ങൾ
ഇപ്പോഴും അവരുടെ കൈവശമുണ്ട് എന്നും അത് സമയമാകുമ്പോൾ അവരുടെ അടുത്ത് പ്രയോഗിക്കും എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നത്. ഇതിൻ്റെ ആദ്യപടിയായിട്ട് തന്നെയാണ് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളും ഇവർ തകർത്തിട്ടത് എന്ന് വേണം കരുതാൻ.